ഇതൊരു 150 ml ഇളം ചൂടുള്ള പാലാണ്. അതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റും ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിലും താഴെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നുണ്ട്, അതനുസരിച്ചുള്ള ഉപ്പ് മതി കേട്ടോ. ഇനി നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന ഈസ്റ്റില്ലേ, ആ പാലോട് കൂടിയിട്ട് നമുക്കത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ഡോ ആക്കി എടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അഥവാ വരുവാണെങ്കിൽ ഒരു ശകലം പാലോ വെള്ളമോ എന്ന് ചേർത്ത് കുഴച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ശകലം ഓയിൽ കൂടി ഒന്ന് തേച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇതേപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ശകലം ഓയിലൊന്ന് തേച്ചിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് തേച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. 2 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ചെറിയ ചെറിയ ബോളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്, ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ വലുപ്പത്തിൽ കേട്ടോ. ഇനി മൊത്തത്തിൽ പരത്തിയാലും കുഴപ്പമില്ല, മൊത്തത്തിൽ പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താലും മതി. എനിക്ക് ഇങ്ങനെയാണ് എളുപ്പം, അതുകൊണ്ട് ഞാനിതെല്ലാം ഓരോ ബോളുകളാക്കിയിട്ടൊന്ന് ഉരുട്ടി മാറ്റി വെക്കുവാണ്. ഏകദേശം ഒരേ വലിപ്പമുള്ള ബോളുകളാകാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പം എല്ലാം ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട്, ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ മതി. ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പൊടിയുടെ ഒന്നും ആവശ്യമില്ല, ഈ ഓയിലിൻ്റെ നല്ല മയം ഉണ്ടല്ലോ. ഇതേപോലെ ഒന്ന് ഒരുപാടങ്ങ് പരത്തണ്ട, കട്ടി കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഞാനിന്ന് അടുക്ക് ഒരു സോസിൻ്റെ അടപ്പും കൊണ്ടാണ് കേട്ടോ ഹോളാക്കി എടുത്തേക്കുന്നത്. ഇതിന് ശേഷം ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ആ സമയം കൊണ്ട് ഇത് വീണ്ടും ഒന്ന് പൊന്തി വരും കേട്ടോ. ഇനി ഇതാ ചൂടായ ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് താത്തി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ കളർ വരും. അപ്പം നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചിട്ട് അതിൽ 2 വശമൊന്ന് മുക്കിയിട്ടോ ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിലൊക്കെ മുക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ.